നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഒഡീഷ FC മത്സരം നടന്നിട്ടുണ്ടായിരുന്നു. മത്സരത്തിൽ ആദ്യ പകുതിയിൽ സമനിലയിൽ അവസാനിച്ച മത്സരം രണ്ടാം പകുതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരമായ ഫെഡർ ഗോൾ നേടി 1-0 എന്ന നിലയിൽ ബ്ലാസ്റ്റേഴ്സിനെ ലീഡെടുത്ത് നിർത്തുകയായിരുന്നു. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് നിരവധി അവസരങ്ങൾ ഗോളടിക്കാൻ കിട്ടിയെങ്കിൽ പോലും അതെല്ലാം പാഴാക്കി കളഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതിനുശേഷമായിരുന്നു ഫെഡറിൻ്റെ വക ഒരു ഗോൾ നമുക്ക് കാണാൻ സാധിച്ചത്. 87-ാം മിനിറ്റിൽ വരെ കേരള ബ്ലാസ്റ്റേഴ്സ് ലീഡ് എടുത്ത് നിൽക്കുക തന്നെയായിരുന്നു. അതിനുശേഷമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മോഹങ്ങളെയെല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഡീഗോ മൗറീഷ്യോയുടെ വക ഒരു ഗോൾ നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ മത്സരം 1-1 നിലയിൽ നിൽക്കുമ്പോൾ എക്സ്ട്രാ ടൈമിലേക്ക് മത്സരം കടക്കുക തന്നെയായിരുന്നു. 30 മിനിറ്റ് എക്സ്ട്രാ ടൈം കിട്ടിയതിനു ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന് നിരവധി അവസരങ്ങൾ കിട്ടിയെങ്കിൽ പോലും അതും ഗോളുകൾ അടിക്കാൻ സാധിച്ചില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഇന്ത്യൻ താരം ഒഡീഷ FC വേണ്ടി മറ്റൊരു ഗോൾ നേടിക്കൊടുത്തത്. അങ്ങനെ 2-1 എന്ന നിലയിൽ മത്സരം അവസാനിക്കുക തന്നെയായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും കിരീട പ്രതീക്ഷ മറന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അഡ്രിയാൻ ലൂണ ഇന്നലെ മത്സരത്തിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. താരം പറ്റുന്ന അത്രയും തന്നെ കളിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഫെഡറിനെ എന്തുകൊണ്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കയറ്റിയെന്ന് ആരാധകരുടെ ചോദ്യം. എന്തായാലും അത്ര സമയം ഫെഡറിന് കളിക്കാനുള്ള ആരോഗ്യം തന്നെ കാരണമായി ഇതുകൊണ്ട് തന്നെ ആയിരിക്കണം ഫെഡറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതും. എന്തായാലും രാഹുൽ KPക്കും നല്ലൊരു അവസരം ഗോളടിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഗോളാകാൻ സാധിച്ചിട്ടില്ല. എന്തായാലും ആരാധകരെല്ലാം നിരാശയിൽ തന്നെയാണ്. എന്തായാലും അടുത്ത സീസൺ നമുക്ക് നോക്കാം. അപ്പം എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെഡ് കോച്ച് പറഞ്ഞ വാക്കുകൾ തന്നെ നോക്കാം. വിദേശ താരത്തിനെക്കുറിച്ച് ഹെഡ് കോച്ച് പറഞ്ഞ വാക്കുകൾ ആരാധകർക്ക് ദുഃഖം പകർത്തിയിരിക്കുകയാണ്. ഇതൊരു കടുപ്പമേറിയ മത്സരമായിരുന്നുവെന്നും നോക്കൗട്ട് ഘട്ടമാണ്. നിങ്ങൾ അവസരങ്ങൾ സൃഷ്ടിക്കുമ്പോഴെല്ലാം ഗോളുകൾ നേടേണ്ടതുണ്ട്, ഇവാൻ പറഞ്ഞു. തീർച്ചയായും തൻ്റെ കളിക്കാർ ആ പന്ത് വലയിലേക്ക് എത്തിക്കാൻ തന്നെയാണ് ആഗ്രഹിച്ചതെന്നും എന്നാൽ ഇത്തരത്തിലുള്ള ഗെയിമിൽ നിങ്ങൾ ലഭിക്കുന്ന അവസരങ്ങളിൽ ആ ഗോളുകൾ നേടിയില്ലെങ്കിൽ നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും ഇവാൻ പറഞ്ഞു. ദിമിട്രിയോസ് ഡയമൻറ്റക്കോസ് ഇല്ലാത്തത് വലിയ അഭാവം ആയിരുന്നു എന്നും ഇവാൻ എടുത്ത് പറഞ്ഞിരിക്കുകയാണ്. ഡിമിട്രിയോസ് ഉണ്ടായിരുന്നെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ഗോളെങ്കിലും നേടിക്കൊടുത്തിരിക്കുമെന്ന് 100% ഉറപ്പിക്കാമായിരുന്നു. എന്തായാലും ഡിമിട്രിയോസിനെ ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സിയിൽ കാണാൻ സാധിക്കുമോ എന്ന് ഒരു സംശയം തന്നെയാണ്. വീഡിയോ നിർത്തുന്നു. താങ്ക് യു.